ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പഴയ കോട്ടൺ തുണിയും വൈറ്റ് സിമൻറ്റും കൊണ്ട് ഒരു അടിപൊളി ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലൊരു 6 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കതിനൊന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ട് 6 സെൻറ്റിമീറ്ററിൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് 3 സെൻറ്റിമീറ്റർ വീതം. അപ്പം അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് കറക്റ്റ് ഒരു ചെറിയ വളവ് വരത്തക്ക രീതിയിൽ മാർക്കർ പേന കൊണ്ടൊന്ന് വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെളിയിലുള്ള പീസ് ഇപ്പുറ സൈഡിൽ തിരിച്ച് വെച്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് അതിനെയും കൂടെ നമുക്ക് തിരിച്ച് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പം ഏകദേശം കട്ട് ചെയ്തെടുത്ത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് അതേ കണക്കത്തെ ഒരു 3 പീസാണ് വേണ്ടത്. ആ 3 പീസിൽ 2 പീസ് കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. അപ്പോൾ അതിൽ ഒരു പീസ് പിന്നെ കട്ട് ചെയ്തിട്ടില്ല, 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് 4 പീസുകളായിട്ട് കിട്ടും. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് നമ്മൾ ഒരു ചെറിയ പലകത്തുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് തറയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണൽ, നല്ല നൈസായിട്ടുള്ള വലിയ തരികളൊന്നും ഇല്ലാത്ത മണൽ അല്ലെങ്കിൽ മണ്ണായിരുന്നാലും മതിയാകും. അപ്പോൾ കുറച്ച് അടിസൈഡിൽ കോരിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെട്ടിയെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസുകൾ കറക്റ്റ് ഉറപ്പിച്ച് നിർത്താം. ആദ്യം വലിയ പീസ് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ അപ്പുറവും ഇപ്പുറവും 2 പീസ് വീതം നമ്മൾ കട്ട് ചെയ്തെടുത്ത 4 പീസുകളിൽ 2 ഇപ്പുറ സൈഡും 2 അപ്പുറ സൈഡിലും. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്കത്തെ പീസുകൾ ഇനിയും വേണമെങ്കിൽ ഇതേ കണക്ക് തന്നെ വെട്ടി ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വയ്ക്കുന്ന നേരത്ത് കറക്റ്റ് വീതി നോക്കി വയ്ക്കണം. അപ്പോൾ വീതി നോക്കി എല്ലാം ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മണൽ ശകലം കുറവായതുകൊണ്ട് കറക്റ്റ് നൈസ് നമ്മുടെ തൊടിയിൽ കിട്ടുന്ന മണ്ണ് കോരി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ ആ ഹോളിലും ഫില്ല് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഫൈബറിൻ്റെ ഷീറ്റ്, അതൊന്ന് വളച്ച് പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ശകലം ഒന്ന് കുഴിച്ച് നമുക്ക് അറുത്ത് മാറ്റി കളയാം. അപ്പോൾ നൈസ് മണലാകുമ്പം നല്ല എളുപ്പമാണ്. ചെറിയൊരു നനവുണ്ടായിരുന്നാൽ മതി, അവിടെ ഇരുന്നോളും. അപ്പോൾ അത് ഇതേ കണക്ക് ആ കുഴിച്ച് വരച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. മണ്ണാകപ്പം ചെറിയൊരു പാടായിരിക്കും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഏകദേശം സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതേ കണക്കിരിക്കും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ വെള്ളം ഒരുപാട് ലൂസാക്കേണ്ട, ഒരു മീഡിയം കട്ടിക്ക്. പിന്നെ നമുക്ക് പഴയ കോട്ടൺ തുണിയും. അപ്പോൾ കോട്ടൺ തുണി ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ട് വൈറ്റ് സിമൻറ്റിലൊന്ന് മുക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ഇതളുകളിലും ആ അകത്തോട്ടുള്ള കുഴു ഭാഗം നോക്കി അകത്തോട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വലിയ ചുളിവൊന്നും ഇടാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ ആ ഗ്യാപ്പിലും നമുക്ക് കോട്ടൺ തുണി ഇതേ കണക്ക് വൈറ്റ് സിമൻറ്റിൽ മുക്കിയിട്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ചുളിവൊന്നും വീഴാതെ സാവകാശം ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം എല്ലാ സൈഡിലും ഇതേ കണക്ക് ഒട്ടിച്ചെടുത്തിട്ട് അടുത്ത് 2ാമത്തെ ലെയറും കൂടെ ഒട്ടിക്കണം. അപ്പോൾ 2ാമത്തെ ലെയർ നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ ആ തള്ളിയിരിക്കുന്ന ജോയിൻ്റ് കണക്കാക്കി 2ാമത്തെ ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു 1, 2, 3 ലെയർ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ വൈറ്റ് സിമൻറ്റിൽ മുക്കി. അപ്പം ഒട്ടിച്ച് എത്രത്തോളം നല്ല കട്ടിക്ക് ഒട്ടിച്ചെടുക്കോ അത്രത്തോളം നല്ല ബലം കിട്ടും നമ്മളുണ്ടാക്കുന്ന പോട്ടിന്. അപ്പോൾ ഏകദേശം തുണിയെല്ലാം ചുറ്റി കഴിഞ്ഞ് ഇനി അത് നല്ലവണ്ണം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു 2, 3, 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് ഒരു 3, 4 ലെയറെങ്കിലും വൈറ്റ് സിമൻറ്റ് ഉണങ്ങുന്നതിനനുസരിച്ച് ഒന്ന് ബ്രഷ് കൊണ്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആ തുണി പുറത്ത് കാണരുത്, ആ രീതിയിൽ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് അരമണിക്കൂർ ഇടവിട്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ. വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ പൊക്കിയെടുത്ത് അതിനകത്തുള്ള ആ മോൾഡിന് വേണ്ടി ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണും ആ മണലും എല്ലാം നമുക്ക്
എടുത്ത് കളയാം. അപ്പോൾ മണ്ണെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ണും കൂടെ ചേർന്നത് കൊണ്ട് നമ്മളത് നല്ലവണ്ണം കഴുകിയെടുക്കേണ്ടി വരും. അപ്പോൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകി പിന്നെ ഏകദേശം ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും അടുത്ത രണ്ടാമത് വൈറ്റ് സിമൻറ്റ് ഒഴിക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരു മീഡിയം കട്ടിങ് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒഴിച്ച് നല്ലവണ്ണം കറക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്തെ സൈഡിൽ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ തുണിയുടെ പാടൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ എത്ര ലെയർ വേണോ നമുക്ക് ഇതേ കണക്ക് ഒഴിച്ച് ഉണങ്ങുന്നതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത്രയും നല്ല കട്ടിയും കിട്ടും, നല്ലൊരു ബലവും കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ലെയർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ചെറിയ കമ്പികളാണ്. പിടിച്ചു കഴിഞ്ഞാൽ വളഞ്ഞു വരത്തക്ക രീതിയിലുള്ള നല്ല ബലമില്ലാത്ത ചെറിയ കമ്പികൾ. ആ കമ്പി നമ്മൾ ഒരു ചെറിയ കമ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് ഒന്ന് വളച്ച് നമുക്കതിൻ്റെ ആ ചെറിയ ഗ്യാപ്പിൽ വെച്ചിട്ട് വൈറ്റ് സിമൻറ്റ് നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് റോപ്പ് കെട്ടാൻ വേണ്ടിയാണ്, ഹാങ്ങിങ് പോട്ടിൻ്റെ റോപ്പ് കെട്ടാൻ വേണ്ടി ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഹോളും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ കണക്ക് 3 സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഇനിയൊരു ഹോളിടാം. അതിനുവേണ്ടി ചെറിയൊരു കത്തി ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഒരുപാട് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലെന്തായാലും ഹോളിടാൻ ആദ്യം ഒന്ന് വിട്ടുപോയതാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തുണി ഫസ്റ്റ് മുകളിൽ സെറ്റ് ചെയ്യപ്പോഴേ അതിൻ്റെ മുകൾ സൈഡിൽ ചെറിയൊരു പൈപ്പോ എന്തെങ്കിലും വെച്ചാൽ മതിയാകും. അപ്പോൾ ഏകദേശം നമ്മൾ അകത്ത് മറ്റേ കൊളുത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കമ്പിയെല്ലാം സെറ്റായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് വൈറ്റ് സിമൻറ്റ് ഒരു 3-4 ലെയർ നല്ലവണ്ണം ഉണങ്ങുന്നതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് 3-ാമത്തെ ദിവസം കട്ടി കൂട്ടിയെടുക്കാം. വൈറ്റ് സിമൻറ്റ് പുറത്തെ സൈഡിലും അകത്തെ സൈഡിലും നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് അകത്തെ സൈഡിൽ നല്ലവണ്ണം ഒഴിച്ചും കൊടുത്ത് കട്ടി കൂട്ടി അപ്പോൾ നല്ല വെയിലത്ത് തന്നെ വെച്ച് നല്ലവണ്ണം ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ആ തടുപ്പെല്ലാം പേപ്പർ ഇട്ടെടുക്കാം. അപ്പോൾ 80-ൻ്റെ പേപ്പർ മാത്രം ഇട്ടാൽ മതിയാകും, ഏകദേശം നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ അകത്തെ സൈഡ് വേണമെങ്കിൽ നമുക്ക് പേപ്പർ ഇടാം, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പുറത്തെ സൈഡും അകത്തെ സൈഡ് ഒന്ന് ചെറുതായിട്ട് പേപ്പർ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ പേപ്പറെല്ലാം പിടിച്ച് തീർന്നിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ്. അപ്പോൾ കളറിന് വേണ്ടി എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പം ആക്രിലിക്കിൻ്റെ കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പോട്ട് പെയിൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മോൾ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പോട്ടിൻ്റെ പെയിൻ്റ് എല്ലാം തീരാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ട റോപ്പാണ്. അപ്പോൾ റോപ്പ് ചെറിയൊരു അളവിൽ നമുക്ക് 3 കൊളുത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 3 കൊളുത്തിൻ്റെ നിങ്ങൾക്ക് എത്ര നീളം വേണോ ആ ഒരു നീളത്തിന് ഒരു ചരട് മുറിക്കരുത്, ഒരു ചരട് കട്ട് ചെയ്തെടുത്ത് തുല്യ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മടക്കി നമ്മൾ കൊളുത്ത് അതിനകത്തോട്ട് കയറ്റണം. അത് കഴിഞ്ഞിട്ട് മുകളിലൊരു കെട്ടിടണം. അപ്പോൾ കെട്ടിന് വേണ്ടി മറ്റൊരു ചരടും കൂടെ എടുത്ത് ഞാൻ വീഡിയോയിൽ കാണും കണക്ക് മുകൾ സൈഡിലൊരു കെട്ടും കൂടെ ഇട്ട് അടി സൈഡിലെ കൊളുത്തിലും കൂടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും 3 ദിവസം ഞാൻ പേപ്പർ ഇടാൻ വേണ്ടി മൊത്തത്തിൽ 3 ദിവസമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നനയ്ക്കാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇടണ്ട, ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അതിനെടുത്ത് നല്ലോണം ഉണക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം പേപ്പർ പിടിച്ചാലും മതിയാകും. അപ്പം വൈറ്റ് സിമൻ്റ് ആയതുകൊണ്ട് വെള്ളത്തിലിട്ടില്ലെങ്കിലും വേറെ വിഷയമൊന്നുമില്ല, നല്ലൊരു ബലമായിരിക്കും, പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. എത്ര വേണോ നമുക്ക് മണ്ണ് നിറച്ചായിരുന്നാലും ഒന്നും. സിമൻറ്റിനെക്കാട്ടും ഡബിൾ ഇരട്ടി ബലമുള്ളതാണ് വൈറ്റ് സിമൻറ്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.